Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്ന് അറിയോ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ റെസിപ്പീസ് ചെയ്തപ്പോഴത്തേനും ഓൾമോസ്റ്റ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഡേയുടെ ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സന്ധ്യയ്ക്കല്ലേ കാണുന്നത്, അന്നേരം ഒന്നും നമുക്ക് തയ്യാറെടുക്കാൻ ഒക്കെയല്ല. പക്ഷേ ഇന്ന് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സാധനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 2 റെസിപ്പി അല്ല 3 ആണ്. അതായത് 2 റെസിപ്പി ഒരു ഡെസേർട്ടും. ചുമ്മാ നമ്മൾ കുറയ്ക്കണ്ടല്ലോ, നമ്മുടെ ഈസ്റ്ററും ഈ പറഞ്ഞുകൂടെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ഈസ്റ്റർ ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഡൈനിങ് ഒക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് വിളമ്പാം അല്ലേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വൺ കേക്ക് പ്ലസ് ഫ്രൂട്ട്സ് പ്ലസ് ഐസ്ക്രീം അതുകൂടെ ചേർത്തിട്ട് ഒരു ഡെസേർട്ടാണ് ചെയ്തത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചില്ല. കാര്യം എന്നാന്നോ, പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോഴത്തേനും ഞാൻ അന്നേരം എൻ്റെ കണ്ണിൽ കണ്ട സാധനം, അതായത് ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ടോ നോക്കി, വീട്ടിൽ എന്നാക്കി ഇരിപ്പുണ്ടോ നോക്കി, അതെല്ലാം നോക്കി വെച്ച് ഉണ്ടാക്കിയ ഒരു ഡെസേർട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഡെസേർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിന് പേരെന്നാന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് വെച്ച് പറഞ്ഞു തരാം. ഇത് 3 എണ്ണമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പഞ്ചാബി മട്ടൺ കറിയാണ്. ഇനി അധികം വർത്താനം പറയുന്നില്ല. കറികൾ തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. അത് സസ്പെൻസ് ആയിക്കോട്ടെ കേട്ടോ. അന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് എന്നാന്നോ, പഞ്ചാബീസ് ബേസിക്കലി ഞാൻ ആദ്യം തീ ഒന്ന് കത്തിച്ചോട്ടെ, എന്നിട്ട് ഇൻഗ്രീഡിയൻസ് പറയാം. അപ്പം ചീനച്ചട്ടിയും ചൂടാവുമല്ലോ അല്ലേ, നമ്മൾ ഇനി പിന്നെ അതിനായിട്ട് മെനക്കെടേണ്ടി വരും. പഞ്ചാബി മട്ടൺ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എതികോ. കുക്കിംഗ് ഓയിൽ, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ മതി. അവർ ശരിക്കും ഉപയോഗിക്കുന്നത് ഈ കടുകെണ്ണയാ, നമുക്കത് വേണ്ട. പിന്നെ ഇച്ചിരി നെയ്യ്, തക്കോലം, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, കുരുമുളക്, തനി കുരുമുളകാന്നേ. പിന്നെ വേണ്ടിയത് സവാള. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് സവാള 1 കിലോ മട്ടൺ ആന്നേൽ മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ 4 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം, ഇല്ലെങ്കിൽ മീഡിയം വലുതും ഒക്കെ ആന്നേൽ 3 എണ്ണം എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മതിരിക്കും. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചേക്കുവാന്നേ. പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. പിന്നെ വേണ്ടിയത് ടൊമാറ്റോയാ, ഒരു 2 മുഴുത്ത ടൊമാറ്റോ. ഇത് 1 കിലോ മട്ടണാന്നു. ഈ മട്ടനകത്ത് ഈ ബേസിക്കലി നമ്മൾ ഒത്തിരി അതിൻ്റെ ഫാറ്റ് കളയാൻ നിന്നാൽ പിന്നെ ആ 1 കിലോ മട്ടൻ മേടിച്ചതിൻ്റെ വില നമുക്ക് മുതലാവുകയില്ല. എന്നാലും ഇച്ചിരിയൊക്കെ കളഞ്ഞു, നല്ലപ്പോഴൊക്കെ ആന്നേലേ ഉള്ളൂ. കഴിയുന്നതും ഫാറ്റ് ഒഴിവാക്കി വെച്ച് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ സ്പൈസസിനൂടെ പറയേണ്ടതായിരുന്നു. ഒരു പട്ടയുടെ ഇല, ഉണങ്ങിയതാന്നേലും നല്ലതാ, അല്ല പച്ച ഇലയാന്നേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ചീനച്ചട്ടി നല്ല അസൽ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ സ്പൈസസ് ഇട്ടാൽ പിന്നെ ഒന്നും പറയണ്ട, കാണാൻ പോലും കിട്ടുകയില്ല, ഇതിൻ്റെ നിറം തന്നെ ആയിരിക്കുമേ. അതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചേച്ച് ഞാൻ ആദ്യം ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചോട്ടെ. ഒരു 2 സ്പൂൺ എണ്ണയും, ടേബിൾ സ്പൂൺ കണക്കാന്നേ, 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇതിനകത്തോട്ട് ഇനി പതുക്കെ തിരിച്ച് തീയിലോട്ട് വെച്ചേച്ച ഇതിനകത്തോട്ട് 2 തക്കോലം. വലിയ പൂവാന്നേൽ 1 എണ്ണം ഇട്ടേച്ചാൽ മതി. പട്ട ഏറ്റവും ചെറിയ കഷ്ണം ഇട്ടേച്ചാൽ മതി, ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ അതിനൊരു അത് കുത്തും, അതുകൊണ്ട് ഒത്തിരി ഇടണ്ട.
ഒരു ഇച്ചിരി അതിനെ ഒന്ന് പൊടിയായിട്ട് ഇട്ടേച്ചാൽ മതി. മാത്രമല്ല നമ്മൾ ഗരം മസാല ചേർക്കുമല്ലോ, അന്നേരം എല്ലാം കൂടെ ആകുമ്പോൾ മസാല ഒരുപാട് മുന്നിട്ട് നിൽക്കുവേ. പിന്നെ ഏലക്ക പൊതുവേ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു 2-3 എണ്ണം കൂടുതലിടും. അങ്ങനെ ചോദിക്കുവാന്നേലും ഒരു 4-5 ഇട്ടാൽ മതി. പിന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു 2-3 മണി കുരുമുളകേ. ഇതൊരു ഇച്ചിരി ഒന്ന് കടുക് പൊട്ടുന്ന കൂട്ടത്തിലോ, കടുക് പൊട്ടുന്ന കൂടെ അതൊന്ന് പൊട്ടുവേ. പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് മൂക്കാൻ നിൽക്കുകയല്ല, എല്ലാം അങ്ങ് മൊരിഞ്ഞു പോവും. അതൊന്ന് ഒരെണ്ണം എല്ലാം പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഉള്ളി അങ്ങോട്ട് ഇട്ടു. എൻ്റെ ഏലക്കായൊക്കെ പൊട്ടി തുടങ്ങി, അന്നേരം ഞാൻ ഇതിടുക. ഇതിപ്പോൾ ഞാൻ ഒരു മുഴുത്ത 2 വലിയ സവാള ഇട്ടേക്കുന്നേ. അത് നല്ലതായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആവണം, അതാന്നു ഇതിൻ്റെ കണക്ക്. ഇത്രയും സവാള ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി നേരം എടുക്കും. ഇന്ന് നമുക്കാണെങ്കിൽ കുറേ പണി ഉള്ളതാന്നു, അതുകൊണ്ട് എന്നാന്നറിയോ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാന്നേ, അന്നേരം വേഗം മൂത്ത് കിട്ടും. ഈ ഉപ്പിട്ടോണ്ട് പിന്നെ കറിയിലോട്ട് ഉപ്പിടുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചോണം, അല്ലെ പിന്നെ ഓർക്കാതെ എടുത്തിട്ടേക്കല്ലേ. എന്തായാലും ഉള്ളി മൂക്കണം. അപ്പം എന്നാ ചെയ്യണം, നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് മൂപ്പിച്ചേക്കാവേ. 3 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, അതല്ല സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചേക്കുവാന്നേൽ 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മൊരിയട്ടെ. ഉള്ളി നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. മൊരിഞ്ഞെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ബ്രൗൺ ആവുകയാണേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. ഇനി ഈ ഇടുന്ന മസാലാസ് എല്ലാം ഒന്ന് മൂക്കണം, എന്നാലേ അതിന് ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ആദ്യം ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. നേരത്തെ നമ്മൾ ഗരം മസാല ഇട്ടുകൊണ്ട് എന്നാ ചെയ്യണമെന്നോ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി ആ മസാല മുന്നിട്ട് നിൽക്കും. നോക്കിയേച്ച് ചേർത്തേച്ചാൽ മതിയേ. ഇതൊരു ഇച്ചിരി ഹൈ ഫ്ലെയിമേൽ ഒരു നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ. അതിൻ്റെ ആ ഒരു പച്ചച്ചൊവയുണ്ടല്ലോ അതൊന്ന് മാറിക്കഴിഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ചേർക്കാനൊക്കെ തോന്നും. ചീനച്ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് വലിയ എന്നാ പറയുക, അതിനൊരു അധികം നേരം ഒന്നും എടുക്കുകയല്ല, പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടാനേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മളുടെ ടൊമാറ്റോ മുഴുവൻ ഇടുക. ഇനി ഈ ചേർത്തേക്കുന്ന ടൊമാറ്റോ അതിൻ്റെ ഞാൻ എപ്പോഴും പറയുമല്ലേ, ആ ഗ്രേവി പോലെ ആയി എടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ആ ടൊമാറ്റോ ആണെങ്കിലും ആ പുളി മുന്നിട്ട് നിൽക്കും. ഇതെല്ലാം ഓരോന്നും നല്ലതായിട്ട് മൊരിഞ്ഞ് വരണം. അതിൻ്റെ വെള്ളം മുഴുവൻ പോയി ആ നമ്മുടെ ഉള്ളിയും മസാലയായിട്ടൊന്ന് ചേർന്ന് അങ്ങനെ വന്നാലേ നമ്മൾ ആ ഏത് കറി വെക്കുവാന്നേലും അതിന് രുചി വരുത്തുള്ളൂ. ഒത്തിരി കറിയൊക്കെ വെക്കാനുള്ളതുകൊണ്ടല്ലോ ഞാൻ ആ കറിവേപ്പില എടുക്കാൻ ഒരു ഇച്ചിരി മറന്നുപോയേ. ഇതൊന്ന് മൂക്കുന്ന സമയം ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് ഇവിടെ ഒന്ന് സൈഡ് വെച്ചോട്ടെ. അല്ലെങ്കിൽ എനിക്ക് ഈ മട്ടനും ചിക്കനും ഒക്കെ വെക്കുവന്നേൽ ഒരു മനസ്സമാധാനമില്ല ആ കറിവേപ്പില അവിടെ ഇല്ലെങ്കിൽ. എപ്പോഴും സ്റ്റോക്ക് വേണം നമ്മുടെ ഫ്രിഡ്ജിൽ, ഒരു ഇച്ചിരിയെങ്കിലും വേണം കറിവേപ്പില. അല്ലെങ്കിൽ മട്ടൻ്റെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ കറിവേപ്പിലയുടെ മണവും കൂടെ കിട്ടുമ്പോൾ അയൽവക്കക്കാർ പോലും ചോദിക്കും ഇത് എവിടെ നിന്നാ. കറിവേപ്പില ഇട്ടപ്പോൾ എനിക്ക് ആ മണം വരുന്നുണ്ട്, നിങ്ങൾക്ക് വരുന്നില്ലല്ലോ അല്ലേ? വീട്ടിലുണ്ടാക്കുമ്പോൾ ഒക്കെ കറിവേപ്പില ഇട്ട് നോക്കിക്കോ, അന്നേരം ആ മണം.
ടൊമാറ്റോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മസാലയായിട്ടൊക്കെ നല്ലതായിട്ടൊന്ന് ചേർന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനൊരു നമ്മുടെ തൈര് എടുത്ത് വെച്ചേക്കുന്നില്ലേ, ആ തൈരിനകത്ത് ഇടാൻ പോവാം. ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പട്ടയുടെ ഇല. ഇനി എന്നാ നെക്സ്റ്റ് ആവുന്നതെന്നറിയോ, ഈ തൈര് തേണ്ട ഇങ്ങനെ ഒരുമാതിരി പിരിഞ്ഞ പാല് പോലെയൊക്കെ കിടക്കുമല്ലേ, ഇത് നല്ലതായിട്ട് നമ്മുടെ ഗ്രേവിയിൽ ചേർന്ന് ആ തൈരിൻ്റെ ഒരു മണം വരുവേ, ആ മണം കംപ്ലീറ്റ് ഒന്ന് പോണം. തിരിച്ച് ആ മസാലയുടെ ഒരു മണം നല്ലതായിട്ട് വരണം. അതുവരെ ഇതൊന്ന് നമ്മൾ നല്ലതായിട്ട് ഇളക്കണം. കുറേ കഴിയുമ്പോഴത്തേക്ക് അത് ഈ തൈരിൽ ഇങ്ങനെ കിടക്കുന്നെല്ലാം അങ്ങ് മാറിയേച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു ആ നിറമില്ല, ബ്രൗൺ നിറം വരും. ഇപ്പം നമ്മൾ നേരത്തെ ചേർത്ത തൈരുണ്ടല്ലോ, അതേണ്ടേ ഞാൻ അന്നേരം ചേർത്തപ്പോഴത്തേക്ക് അതിങ്ങനെ ഒന്ന് കേർഡിലായിട്ട് കിടക്കുമല്ലായിരുന്നോ, അതേ പിരിഞ്ഞ കൂട്ടൊക്കെ കിടക്കുമായിരുന്നേ. ഇപ്പം കണ്ടോ നമ്മുടെ മസാലയായിട്ട് അത് നല്ലതായിട്ട് അങ്ങ് യോജിച്ചു കേട്ടോ. അതേപോലെ അങ്ങ് ആക്കണം. ഇനിയിപ്പോൾ ഇത് നോൺ സ്റ്റിക് പാനയിലായതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി മുരിഞ്ഞ് കിട്ടാത്ത. ഒരു തനി ചീനച്ചട്ടി ആന്നേരം ഉണ്ടല്ലോ, നല്ല കറുത്ത് നല്ല മുരിഞ്ഞിരിക്കും എന്നും പറഞ്ഞ് കരിച്ചെടുത്തേക്കല്ല, രുചിയെല്ലാം പോവും. അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു നോൺ സ്റ്റിക്ക് പഠിച്ചേച്ച് നമുക്ക് ഈ ഇരുമ്പും ചട്ടിയെ തൊട്ടയച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ഇടുക. എന്നിട്ട് ഈ മസാല ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് അതിനകത്തോട്ടൊന്ന് പിടിപ്പിക്കണം. നല്ലതായിട്ടൊന്ന് പുരട്ടി എടുത്തേച്ച് ഉപ്പ് ഉണ്ട് ചേർത്തിട്ടുണ്ട്. നല്ല നമുക്കൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കി ആ ഗ്രേവിക്ക് ഉപ്പ് ചേർത്താൽ മതി. എന്തായാലും പാനയിലിരുന്ന് ഇത് എന്തായാലും വേവാൻ പോകുന്നില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ജോലിയും തീരാൻ പോകുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നത് ഇത് കണ്ടുപിടിച്ച ആളെയാണോ. അന്നേരം വേഗം പണിയൊക്കെ എന്തോരം വേഗമാണ് തീരുന്നേ. നേരെ കേട്ടോ, ഈ പുള്ളിക്ക് ശരിക്കും ഒരുപാട് നന്ദി പറഞ്ഞാലും തീരുവേല. ഇതൊരു 3-4 എണ്ണം വീട്ടിൽ മേടിച്ച് വെച്ചാൽ ചോറും കറിയും കാപ്പിയൊക്കെ വേഗമാവും. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മട്ടനെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി മട്ടൺ വേവാൻ എന്നായാലും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഒക്കത്തുള്ളൂ. അത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചേച്ച് ഇനി നമുക്ക് ആ മട്ടനെ ഒന്ന് വേവാനായിട്ട് വിടാം. ഇനി കറിവേപ്പില ഇപ്പം ഇടരുത്. നല്ലതായിട്ട് അത് വെന്ത് ഒന്ന് കറുത്ത് നല്ലൊന്ന് മുരിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുവല്ലേ. അപ്പോൾ ഇതങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു മണമാണെന്നറിയോ. ആ സമയത്ത് ഈ മട്ടൺ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5-6 പച്ച കറിവേപ്പില ഇങ്ങനെ അങ്ങോട്ട് ഇട്ടേച്ച് അടച്ചു വെക്കുക. എന്നിട്ട് ചോറുണ്ണണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി ചാററ്റത്തിൽ നിന്ന് എടുത്തേച്ച് ഉണ്ടാൽ മതി, ബാക്കി മുഴുവൻ കഴിച്ചേക്കല്ല. ഇനി ഇത് ഇവിടെ ഇരുന്നോണ്ട് ഒന്ന് വേവട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് മുട്ടയുടെ സ്റ്റൂ വെക്കണ്ടേ, എഗ് സ്റ്റൂ വെക്കണ്ടേ. അന്നേരം ഞാൻ ഈ പാത്രം ഒന്ന് കഴുകി അടുത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെക്കട്ടെ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് നമ്മുടെ ചീനച്ചട്ടി ചൂടാവുവേ. അന്നേരം എൻ്റെ മട്ടണും വേവും. മട്ടൺ ഒരു 2 പ്രഷർ വന്നു ഞാനിതൊക്കെ നാക്കുന്നതിന് ശേഷം. ഇനി ഒരു പ്രഷർ കൂടെ മാക്സിമം മതി, ഇല്ലെങ്കിൽ പിന്നെ തിന്നാനായിട്ട് മട്ടൺ കിട്ടുകയില്ല. ഇച്ചിരി ഒരു ടെൻഡർ മട്ടൺ ആയിരുന്നേ, നല്ല പിഞ്ച് മട്ടണാണ്. അന്നേരം പിന്നെ ഒരുപാട് വേവൊന്നുമില്ല. പിന്നെ ആന്നേരം ഈ പ്രഷർ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ പിന്നെ ഫുൾ പ്രഷറും ഡൗൺ ആവുന്നിടം വരെ ഒന്നുകൂടെ ഒരു വേവുണ്ട് നമ്മുടെ മട്ടണ്. അന്നേരം എന്നാ ചെയ്യാൻ പോവാ, ഞാൻ ഇപ്പം ഏകദേശം ഇപ്പം 4ാമത്തെ വിസിലാണ് ഈ വരുന്നേ. ഇപ്പം നല്ല പ്രഷർ വരുമല്ലേ, ഞാൻ ഇതിനെ ഒന്ന് ഓഫ് ചെയ്യാൻ പോവാം. നെക്സ്റ്റ് ആ പ്രഷർ തന്നെ താഴട്ടെ, അന്നേരം ഒന്നുകൂടെ അതൊന്ന് വേവും. അഥവാ വെന്തില്ലേലും ഒരു പ്രഷർ കൂടെ കൊടുത്തേച്ചാൽ മതി. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എഗ് സ്റ്റൂ ആണ്. എഗ് സ്റ്റൂവിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം, ഒരു ഇച്ചിരി നെയ്യ് വേണം. ഇതിൻ്റെ ടിപ്പ് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാവേ. പിന്നെ ആന്നേലോ കുറച്ച് വറ്റൽ മുളക്, ഒരു ഇച്ചിരി കടുക്, പിന്നെ കുറച്ച് ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു സ്വല്പം മഞ്ഞപ്പൊടി മതിയോ. പിന്നെ സ്പൈസസ് എല്ലാം വേണം. പട്ട,
ഒരു തക്കോലം, ഏലക്കായ, ഗ്രാമ്പൂ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാ, ഇല്ലെങ്കിൽ അരിഞ്ഞേച്ചാലും മതി. പിന്നെ വേണ്ടത് ഇച്ചിരി പച്ചമുളക്, എരിവ് കണക്കാക്കി വേണം പച്ചമുളക് എടുക്കാനേ. ഈ സ്പൈസസ് എന്നാന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചില്ലേ, പട്ട, തക്കോലം, ഏലക്ക, ഗ്രാമ്പൂ, ഇതൊന്ന് ചതച്ചെടുത്തേക്ക് ഇടികല്ലേൽ വെച്ചേച്ച് അത് കുറച്ച് ഒരു 3-4 എണ്ണം വീതം വെച്ച് ഇടിച്ചെടുത്തേക്കുക. പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ കുരുമുളക് ഇച്ചിരി ചതച്ചെടുത്തേക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് തേങ്ങാപ്പാല്, 1-ാം പാലാന്നു ഇത്. പിന്നെ എത്ര പേരാ ഉള്ളതെന്ന് വെച്ചാൽ അത് കണക്കാക്കി മുട്ട പുഴുങ്ങിയെടുക്കണം. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഇതിനകത്ത് ഇനി വേണ്ടതാണ്ടോ, ഞാൻ പറയുന്നത് എന്നെ സമയം ലാവാന്ന് നോക്കിയേ. ചീനച്ചട്ടി നല്ല ചൂടായേ. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കാം. ആദ്യം ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഒരു സ്വല്പം, ഒരുപാടൊന്നുമല്ല, ഒരു 1/4 ടീസ്പൂണോളം ഒരു ഇച്ചിരി നെയ്യ് ഇപ്പം ചേർക്കണം. അത് കഴിഞ്ഞേച്ച് എണ്ണ ചൂടാവുമല്ലേ, ആ സമയം കൊണ്ട് 2 വറ്റൽമുളക്. ഈ വറ്റൽമുളകും കടുകും മസ്റ്റല്ല സ്റ്റൂവിന്. ചിലയിടത്തിടാറുണ്ട്, ചിലയിടത്തിടാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ചെയ്യുവാന്നേല സ്റ്റൂവിനായിട്ട് ഞാൻ ഈ കടുകും വറ്റൽമുളകും ഉപയോഗിക്കുകയില്ല. പക്ഷേ ഇതൊരു ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി ഇടുന്നത്. നമ്മൾ സാധാ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ വെക്കുവാന്നേൽ കടുകും വറ്റൽമുളകും ഇടണ്ട. കടുകിന് പിന്നെ കണക്കൊന്നുമില്ല. വേണ്ട, ഞാൻ എൻ്റെ കൈപ്പിടിയെ വന്ന് അത്ര ഇട്ടുള്ളൂ. അന്നേച്ച് കടുക് പൊട്ടി തുടങ്ങി. ഇനി നമ്മുടെ ഉള്ളി ഇത്ര കുഞ്ഞായിട്ടൊന്നും അരിയാനുള്ള നേരം കിട്ടിയില്ലേൽ ഒന്നെങ്കിൽ ചതുരത്തിൽ അരിയുക, അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞോണം. അതിനകത്തോട്ട് ഇടണം. ഇനി നമ്മുടെ എളുപ്പവഴി ചെയ്യാൻ പോവാ. എന്നാന്നോ, ഒരു ഇച്ചിരി ഉപ്പ് അങ്ങിട്ടേക്കാം. അല്ല, ഇപ്പോഴെങ്ങും മൂത്ത് കിട്ടുകയില്ല എന്നും പറഞ്ഞ് ഇത് അങ്ങ് നമ്മൾ മട്ടൻ വെച്ച കൂട്ടൊന്നും മൂക്കണ്ട. ഒന്ന് എന്നാ പറയുക, ഒന്ന് വഴന്ന് കിട്ടിയേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്നാ ചെയ്യാന്നോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കണക്ക് മട്ടണോളം ചേർക്കരുത്, 1 ടീസ്പൂൺ മതിയാവും. ഇത് ചതച്ച് ചേർത്തില്ലേൽ നമ്മൾ അരിഞ്ഞിട്ടേച്ചാലും മതി. നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് അടുപ്പുണ്ടല്ലോ, ശരിക്കും ഈ ചെറിയ തീ എന്നേലും വേവാൻ വെക്കാൻ കൊള്ളാമെന്നല്ലാതെ എന്നതേലും ഒരു പണിയെടുക്കാൻ നടക്കുകയല്ല, നേരത്തൊന്നും ആവുകയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, വലിയ തീയിലോട്ട് വെക്കട്ടെ. അല്ല, ഇന്ന് മുഴുവൻ നമ്മൾ ഇത് വയറ്റിക്കൊണ്ട് ഇവിടെ നിൽക്കുകയുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു പച്ചമുളകിൻ്റെ കണക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച്, ഇതെനിക്ക് ഇച്ചിരി എരിവുള്ള പച്ചമുളകിൻ്റെ കൂട്ടത്തിലാണ്. അന്നേരം ഒരുപാട് ഇടുകയില്ല, എന്നാലും പച്ചമുളകിൻ്റെ ഒരു എരിവ് വേണം. ഒരു 2-3 ഒന്ന് കീറി ഇട്ടേച്ചാൽ മതി. ഇനിയാന്നു സ്പൈസസ് ചേർക്കുന്നത്. ഈ പട്ടയിൽ തന്നെ വ്യത്യാസമുണ്ട്. എന്നാന്നോ, നമ്മൾ ഈ പട്ടയുടെ തോടെടുക്കുമ്പോഴത്തേന് ഈ മെലിഞ്ഞ പട്ടയുണ്ട്, എന്നാൽ കട്ടി കൂടിയ പട്ടയുണ്ട്. ഈ കട്ടി കൂടിയ പട്ട ഇടുവാന്നേൽ ഒരു സ്വല്പം ഇടാവുള്ളേ. പിന്നെ അന്നേരം ഒരു ചെറിയ പൂ ഇട്ടേച്ചാൽ മതി. ഒരു പൂവേ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മളിവിടെ ചതച്ച് വെച്ചേക്കുന്നുണ്ട്, അതിൻ്റെ അടുത്തുണ്ടോ ഒരു പൂവ്. പിന്നെ ഒരു 3-4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പൂ. ഇനി ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, ഒരുപാടല്ല. ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുക, ഒന്ന് വഴന്ന് വരികയല്ലേ, അത് മതിയേ. ഇതിന് വലിയ നേരം ഒന്നും എടുക്കുകയില്ല, സ്റ്റൂവിനൊക്കെ ആന്നേല പെട്ടെന്നാവുന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ കറിവേപ്പില ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാം. മുട്ട ഉള്ളത് കൊണ്ടേ ഉരുളക്കിഴങ്ങിനോട് ഒന്നും പിള്ളേർക്ക് വലിയ പിടുത്തം കാണുകയില്ല. ഇതിനകത്തോട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടാൽ മതി. അതായത് ആ വൈറ്റ് കളർ സ്റ്റൂ വേണം എന്നാണ് തോന്നുകയാണെങ്കിൽ മഞ്ഞപ്പൊടി ഇടണ്ട. അതല്ല, ലൈറ്റ് ഒരു മഞ്ഞ സ്റ്റൂ ഒക്കെ ഉണ്ടല്ലോ, ചിലർക്കൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടുക, ഒരു സ്ലൈറ്റ് കളർ ചേഞ്ചിന് വേണ്ടി മാത്രം.
മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരു ഇച്ചിരി എണ്ണയിലൊന്ന് മൂക്കണേ. കാര്യം എന്നാന്നോ, ആ മഞ്ഞപ്പൊടി കൊണ്ടല്ലോ നമ്മൾ ഇച്ചിരി മഞ്ഞ കറിക്കൊക്കെ കൂടുവാന്നേൽ ആ മഞ്ഞയുടെ ഒരു ടേസ്റ്റ് മുന്നേ വരുവേലേ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റൂവിന് അങ്ങനെ വേണ്ട. അതുകൊണ്ടാണ് മഞ്ഞ ഒന്ന് ഇച്ചിരി മൂത്താൽ ആ മഞ്ഞയുടെ ഒരു പച്ചച്ചൊവ അങ്ങ് മാറി കിട്ടും. പിന്നെ ചീനച്ചട്ടി ചൂടായിരിക്കുന്നിടത്തോളം ഞാൻ പറയുകയില്ല, അതിന് ഒരുപാട് ഇട്ടിളക്കാനൊന്നും പറയില്ല, അത് തന്നെ പെട്ടെന്ന് അങ്ങ് മൂക്കും. ഇതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നില്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, പിന്നെ കുരുമുളക്, ഇത്രയും ചതച്ച് വെച്ചേക്കുന്ന മസാല ഇടുക. ഇത് നമ്മൾ ചതച്ച് തന്നെ ഇടണം. എന്നാന്നോ, മറ്റേ നമ്മൾ പൊടിക്കാൻ നമ്മൾ ഇറച്ചിക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്ന മസാല ഇടുവാന്നേൽ അതിനകത്ത് പെരിഞ്ചീരകം ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റൂവിനകത്ത് പെരിഞ്ചീരകം ചേർത്താൽ കൊള്ളുകയില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേനുണ്ടാവുന്ന ഒരു മണമുണ്ടല്ലോ. ഇതിനകത്ത് ഒരു ചെറിയ 3-4 കഷ്ണം രമ്പയിലയും കൂടി ഇടാമെങ്കിൽ നമ്മുടെ സ്റ്റൂ പറയണ്ട. ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉപ്പിടുന്നില്ല. ഒരു നുള്ളു ഉപ്പിട്ടേച്ച് കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചില്ലേ, അതും കൂടെ ഇതിനകത്തിടണം. ഇപ്പോൾ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരു ഇതിനകത്ത് ഉണ്ട്. അന്നേരം അത് ബാലൻസ് ചെയ്ത് വേണം എരിവ് ചേർക്കാൻ. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വേവാനുള്ള വെള്ളം വേണം. പിന്നെ എളുപ്പ വഴിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാവേ, ഉരുളക്കിഴങ്ങ് കുക്കറെ വേവിച്ചേച്ച് ഇതിനകത്തോട്ട് ഇട്ടേക്കരുത്, അതിൻ്റെ രുചിയൊന്നും കാണുകയില്ല. ഇങ്ങനെയൊക്കെ വേവുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇത് ഇവിടെ നിന്ന് വേവട്ടെ. ഇനി നമുക്ക് ചേർക്കാൻ വേറെ ഒന്നുമില്ല, മുട്ടയും തലപ്പാലും മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്രൂട്ട് സാലഡ് ഇല്ലേ, കേക്ക് വിത്ത് ഫ്രൂട്ട് സാലഡ്, അത് ഒരു ഇൻ എ ഡിഫറെൻറ്റ് വേ നമുക്ക് അതെങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. ഇനി ഇതൊന്നും ഞാൻ മാറ്റിയിട്ട് നെക്സ്റ്റ് ഫ്രൂട്ട് സാലഡിനുള്ളത് എടുത്തു വെക്കാം. ഇനി നമുക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ മറ്റേ കേക്ക് വിത്ത് ഫ്രൂട്ട് സാലഡാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഇന്നതെന്നൊന്നും ഞാൻ പറയുകയില്ല, നമ്മുടെ കയ്യിലുള്ള എന്നാ ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതിന് ഓക്കെ ആന്നു. ഇതിനിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മാങ്ങ ഉണ്ട്. ഇപ്പം മാങ്ങയുടെ സീസണാന്നേ, അന്നേരം ഇച്ചിരി മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അന്നേൽ ഒരു ഇച്ചിരി ഓറഞ്ച്, കുറച്ച് പൈനാപ്പിൾ, കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരിങ്ങ. ഇത് വട്ടത്തി അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ബട്ടറാണ്, കുറച്ച് മതിയാവും. പിന്നെ നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു ഇച്ചിരി കേക്ക് കാണാതിരിക്കൂ, അത് പ്ലെയിൻ കേക്ക് മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രൂട്ട് ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം. പൈനാപ്പിളോ അങ്ങനത്തെ തനിയായിട്ടുള്ള ജാം മേടിക്കേണ്ട, ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള റെഡ് കളർ ജാം മേടിച്ച് വെച്ചാൽ മതി. ഇതിന് ഏറ്റവും എളുപ്പം ഇപ്പം എന്നാണെന്നറിയാവോ, നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മുടെ ജാമിനകത്തോട്ട് ഇട്ടേച്ച് നല്ല സിറപ്പാക്കി എടുക്കണം. ഓറഞ്ച് ഒരു കുറച്ചേ ഇടാവുള്ളൂ. ഓറഞ്ച് ബേസിക്കലി നമുക്കറിയാമല്ലോ ഒരു ഇച്ചിരി ഒരു എന്നാ പറയുക പുളിയുള്ള കൂട്ടത്തിലല്ലേ. അന്നേരം മാങ്ങ പകുതി ഓറഞ്ച് പകുതി അങ്ങനെ ഇട്ടാൽ മതി. മാങ്ങ എന്നാന്ന് പറയുക ഇച്ചിരി അലങ്കരിക്കാനും കൂടെ വേണേ. പൈനാപ്പിള്, കുറച്ച് ആപ്പിള്, പിന്നെ ഒരു ഇച്ചിരി മുന്തിരിങ്ങായ. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ജാമില് മിക്സഡ് ഫ്രൂട്ട് ജാമാന്നു ഇത്. ഇതിനകത്തോട്ട് ഒരു നുള്ളു വെള്ളം ഒഴിച്ച് വെച്ച് ഇതിനെ ഒന്ന് ലൂസാക്കണം. ഇതിൻ്റെ എന്നാ പറയുക, ഇതിൻ്റെ ഒരു മധുരം മതി എന്ന് വെച്ചാൽ അത് മതി. കാര്യം കേക്കിനാന്നേലും മധുരമുണ്ട്, നമ്മുടെ ഫ്രൂട്ട്സിന് അതിൻ്റെ ബേസിക്കലി ഉള്ള മധുരമുണ്ട്, പിന്നെ അതേ ഫ്രൂട്ട് ജാമിനാന്നും മധുരമുണ്ട്. ഇത് പോരാന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാര നമ്മുടെ ഫ്രൂട്ട്സിനകത്തോട്ട് ചേർത്തേച്ചാൽ മതി. ഇച്ചിരി ആവി കയറുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇത് തന്നെ വെള്ളം വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്തേക്കുന്നത്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മട്ടൺ ഉണ്ടല്ലോ അതിനെ ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച്, നല്ല മണം വരുന്നുണ്ടേ, ഒന്ന് വരട്ടിയെടുത്താലേ തിന്നാനുള്ള സ്വാദ് വരുവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ തീയെ വെച്ചോട്ടെ. അന്നേച്ചാൽ ഇതിനെ ഇപ്പുറത്ത് വെക്കുക. ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് മൂക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ
കേക്ക് എന്നാ ചെയ്യണം, ഒന്നെങ്കിൽ നമ്മൾ കൈവച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് നമ്മുടെ ബ്രെഡൊക്കെ പൊടിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ക്രംബിൾ ചെയ്തെടുക്കുന്നതാ ഏറ്റവും ബെസ്റ്റ്. ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ച് വെച്ച് നമ്മുടെ ബട്ടറില്ലേ, മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ അത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സാധാ ബട്ടർ ഉള്ളെങ്കിൽ അത് ഇതേപോലെ നമ്മുടെ ആ കേക്കിനകത്തോട്ട് ഇട്ടേച്ച്, അത് എന്നാത്തിനാണെന്നറിയോ ബട്ടർ ഇടുന്നത്, ആ കേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ ഒക്കുകയല്ലോ, ബട്ടറാണ് ഏറ്റവും നല്ല കേക്കിനൊക്കെ ചേർക്കുന്നത്. അതുകൊണ്ട് ആ കേക്കിനകത്തോട്ട് ഇച്ചിരി ബട്ടറും കൂടി ഇട്ടേച്ച് ആ കേക്കിനെ നല്ലോണം ഒന്ന് നനയ്ക്കണം. ഇത് ഇച്ചിരി നനച്ച് വെച്ചേച്ച് ഇന്നലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരു പാത്രമല്ലേ, ഇതേപോലെ റൗണ്ട് പാത്രം എടുക്കുക. അതിനകത്തോട്ട് ഫസ്റ്റ് ലെയർ ഇത് അമക്കി നല്ല ടൈറ്റായിട്ട് ഫസ്റ്റ് ലെയർ ആക്കി എടുക്കണം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്നോ, നല്ല ടൈറ്റ് ബൈൻഡിങ് ആയിരിക്കണം ഫസ്റ്റ് ലെയർ, ഇല്ലെങ്കിൽ നമ്മൾ അത് ഊരിയൊക്കെ എടുക്കുമ്പോൾ മുറിച്ചെടുക്കുമ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോവേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രൂട്ട്സ് കണ്ടോ, ഇപ്പം ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, പക്ഷേ ഫ്രൂട്ട്സിനകത്തൊക്കെ നല്ല വെള്ളമുണ്ട്. അന്നേരം എന്നാ ചെയ്യുന്നതെന്നറിയോ, ആ ഫ്രൂട്ട്സിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയിട്ട് നമുക്ക് ആ ഫ്രൂട്ട് മാത്രം മതി, ഒരു ചെറിയ സോസ് മതി, അതിൽ കൂടുതൽ നമുക്കത് വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ അടിയിലത്തെ കേക്ക് ഉണ്ടല്ലോ, ഒത്തിരി ടു വെറ്റായിട്ട് ഒന്നും നമുക്ക് അതിനെ മുറിച്ചെടുക്കാൻ ഒക്കത്തില്ല. ഈ നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം അങ്ങ് പറ്റിയേക്കുക. ഇത് ഇച്ചിരി ചൂടുണ്ട്, പക്ഷെ നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. കഴിയുന്നതും ഇപ്പം നമുക്ക് നേരമില്ലാത്തതുകൊണ്ട് എനിക്ക് അന്നേരം അത് ആറിച്ചേച്ച് ലെയർ ചെയ്യാൻ പറഞ്ഞു തരാനും അത് നമ്മൾ കാണിച്ചു തരാനും ഒക്കെയല്ല. പക്ഷേ ഇത് ആറിയിട്ട് വേണം, നല്ലോണം ഒന്ന് ആറിയേച്ച് വേണം നമ്മൾ കേക്കിൻ്റെ മേലിലോട്ടൊന്ന് ലെയർ ചെയ്യാനേ. അന്നേരം ഇപ്പം ഇതൊരു ഇച്ചിരി ചൂടുണ്ട്, എന്നാലും ഞാനിപ്പോൾ ഇത് ആക്കി ഉടനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് മുറിക്കാൻ കിട്ടുകയല്ല, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഇതിൻ്റെ മേളിൽ നല്ലതായിട്ടൊന്ന് ലെയർ ചെയ്യുക, ഒരു ലെയർ. ഇതിൻ്റെ മേളിലോട്ട് ബാക്കി കേക്ക് സെയിം സാധനം ബട്ടർ ഇട്ട് ഒന്നുകൂടെ ചെയ്തേച്ച്, ഈ നമ്മൾ നേരത്തെ പുട്ട് നനച്ചില്ലേ എന്ന് പറഞ്ഞ കൂട്ട് നനച്ചേച്ച് ഇതിൻ്റെ മേളിലോട്ട് ആ കേക്ക് ഇടുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ ഉണ്ടാക്കാനും പരീക്ഷിക്കാൻ പഠിച്ച കാര്യം എന്നാണെന്നറിയോ, സ്പെഷ്യൽ താങ്ക്സ് ടു മെറി ബോയ്. കാര്യം എന്താണെന്നറിയോ, അവരുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്യാത്ത ഞാൻ ഒരേ ഒരു ഫ്ലേവറെ കഴിക്കത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ വാനിലയാണ്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തു, വാനില അല്ലാതെ വേറെ ഒരു ഫ്ലേവേഴ്സും ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മെറി ബോയുടെ ഞാൻ എല്ലാ ഫ്ലേവേഴ്സും ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആക്കിയതിന് ശേഷം ഇത് മിനിമം 2 to 3 hours വേണം. പക്ഷേ ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അതാകുമ്പോൾ ഒരു 10 minutes to 15 minutes വെക്കാവുള്ളൂ ഫ്രീസറിൽ. നമ്മൾ ഫ്രീസറിൽ ഒരു 15 minutes വെച്ച് പെട്ടെന്ന് താഴോട്ട് അങ്ങ് വെക്കുക. അപ്പോൾ ഇത് സെറ്റ് ആവുകയും ചെയ്യും, വരുന്ന ഗസ്റ്റിന് നമുക്ക് വേഗം സെർവ് ചെയ്യാനും വെക്കും. ഇതിപ്പോൾ എനിക്ക് അധികം നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഞാനൊരു 15 minutes ഫ്രീസറിലോട്ട് വെക്കുക. അത് കഴിഞ്ഞേച്ച് നമുക്ക് താഴെ വെച്ചേച്ച് അതിനെ മുറിച്ചെടുക്കാം. അത് ആ ഫ്രീസറിലിരിക്കട്ടെ. ഇനി എന്നാ ചെയ്യണ്ടേ, നമ്മുടെ ഒരു കാര്യം പെൻഡിങ് നിൽക്കുക. എന്നതാണെന്നോ, നമ്മുടെ മുട്ട സ്റ്റൂ ഇതുവരെ ആയിട്ടില്ല. മട്ടൺ നല്ല വരണ്ട് നല്ല ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് സ്റ്റൂവും കൂടെ തീർത്തേച്ച് നമുക്ക് അടുക്കള വൃത്തിയാക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല വെന്തേക്കുവാന്നേ.
വേവാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് തൊട്ടാലുണ്ടല്ലോ അതങ്ങ് പൊടിഞ്ഞു പോകും. വേണ്ടേ, ഇത്ര അങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളവും അങ്ങ് പറ്റി കഴിയും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം അങ്ങ് 1 പാലേ ഒഴിക്കുന്നുള്ളൂ. തലപ്പാൽ മാത്രം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട. പിന്നെ ആന്നേലും നമ്മൾ അഥവാ ഇത് ഇച്ചിരി കുറുക്കിയെടുക്കാനായിട്ട് വല്ലതും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ വെക്കാം. എന്നുവെച്ച് വല്ല കോൺഫ്ലവറോ മൈദയോ എന്നതേലും നമ്മുടെ തലപ്പാലെ കലക്കിയേച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ മുട്ട ഇടട്ടെ. ഒന്നെങ്കിൽ മുട്ട ഇങ്ങനെ ഇടുക, അല്ലെന്നുണ്ട് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ സ്റ്റൂ കംപ്ലീറ്റ് ആക്കി വെച്ച് ഇതിനെ ഒന്ന് കീറി 2ആയിട്ടൊന്ന് കീറി വെച്ച് സ്റ്റൂവിൻ്റെ മേളിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേച്ചാലും മതി. അതിനുള്ള നേരം കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്താലും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ തലപ്പാലും കൂടെ ഒഴിച്ചേച്ചാൽ മതി. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ അനുവദിക്കേണ്ട, ഒരു ഇച്ചിരി തിളച്ചേച്ചാൽ മതി. പിന്നെ അഥവാ ഇച്ചിരി എരിവ് കുറവാന്നേൽ 1-2 കുരുമുളക് മണി ഒന്ന് തല്ലിയിട്ടേച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യല്ല. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ടേച്ച് അതങ്ങ് വാങ്ങിയാൽ മതി. രമ്പ ഇടുവാന്നേലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണം കിട്ടുവേ. പിന്നെ ഈ സമയത്ത് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 1-2 തുള്ളി നെയ്യും കൂടെ ഒഴിച്ചേച്ച് അങ്ങ് അടച്ചിട്ടേച്ചാൽ മതി. ഇന്ന് നമ്മൾ ഗസ്റ്റിൻ്റെ കാര്യം നമ്മളൊരു ആദ്യം ഒരു സസ്പെൻസ് ഇട്ടേക്കുമായിരുന്നേ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര മെനക്കെടാൻ തന്നെ വിചാരിച്ച എന്നാണെന്നറിയാവോ, ഇന്ന് വരുന്ന ഗസ്റ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. അന്നേരം ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ വരാൻ പോകുന്ന വേറെ ആരുമല്ല, സ്റ്റീഫൻ ഡിവസിയ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാട്ട് കേൾക്കാനുണ്ട്, അടുക്കള വൃത്തിയാക്കാനുണ്ട്, കുറേ ജോലിയുണ്ട്. ഒരു ബ്രേക്ക് പാ. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. നമ്മുടെ ഈസ്റ്ററിൻ്റെ ഈവനാന്നു ഞാൻ ഇത്രയൊക്കെ മട്ടനും നമ്മുടെ എഗ് സ്റ്റൂവ്, ഒരു ഡെസേർട്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ അപ്പം ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ ബ്രെഡിലോട്ടാണ് ഒതുങ്ങിയത്. പക്ഷേ ഈ ബ്രെഡും നല്ലതാണ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ല, ഇത് സ്പെഷ്യൽ സാധനമാണ്. ഹലോ, ഹൗ ആർ യു? വെൽക്കം വെൽക്കം. എനിവേ ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ്. ഞാൻ ആദ്യം പറയാമെന്ന് വിചാരിച്ചതാ, അതിന്റെ ഇടയിലാണ് സ്റ്റീഫൻ ഏറ്റെടുത്തു അല്ലേ. ഐ എം സോ ഹാപ്പി. താങ്ക് യു സ്റ്റീഫൻ. അങ്ങനെയാണ് പരിപാടി. ഇതിപ്പോഴല്ല, ഞാൻ അതിന് മുന്നേ സ്റ്റീഫനോട് വിശേഷമൊക്കെ ചോദിക്കട്ടെ. എന്നാ ഒറ്റയ്ക്ക് പോകുന്നത്? ഒറ്റയ്ക്ക് പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ താമസിക്കുന്നത് കുടുംബമായി താമസിക്കുന്നത് കുറച്ച് ദൂരെയാണ്. അതെവിടെയാ? ബോംബെയില്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വരുമ്പോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞൊരു 2 മാസം വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ബോംബെക്ക് പോയി. പക്ഷെ ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു ആൾക്ക്, വരാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് ഹായ്. വരാത്തതിൽ ഒരു ഇച്ചിരി വിഷമമുണ്ട്. എനിവേ ഒരു ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ്. എന്നുവെച്ചാൽ ഞാൻ ഒത്തിരി കൊതിച്ചു, ബിക്കോസ് നമ്മുടെ ആനീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ഫാമിലി ഷോ ആണ്. അപ്പം വരാത്തപ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസമൊക്കെ തോന്നുകയല്ലേ. പിന്നെ സ്വാതന്ത്ര്യം ഉള്ളവരോട് പരിഭവം പറയാം. ഇന്ന് പ്രത്യേകിച്ച് ആനി ചേച്ചി, ഇന്ന് എന്റെ വിശപ്പ് കണ്ട ഇന്ന് ഒരാൾക്കുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അത് മുഴുവൻ തിന്നു, അത്ര വിശപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, എനിക്ക് ഒരുപാട് വിശേഷം സ്റ്റീഫനോട് ചോദിക്കാനുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഇത് മുഴുവൻ തരാം, ഒരു പ്രശ്നവും. നമ്മൾ വിശന്ന് വരുന്നല്ലേ, അന്നത്തെ വിശപ്പെന്ന് പറയുന്നത് നിർത്തി വർത്താനം പറയുന്നത് ഒരു ശരിയല്ല, ഏർപ്പാടല്ല. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ, സ്റ്റീഫനെ കാണുമ്പോൾ ഒരു കാര്യം എപ്പോഴും ആലോചിക്കും ഞാനല്ലേ. സ്റ്റീഫൻ അല്ല, ശരിക്കും ചിലതൊക്കെ എനിക്ക് ഭയങ്കര സംശയമല്ല, അത് അച്ചട്ടാന്ന് തോന്നുന്നേ. എന്നാന്നറിയാവോ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ സഹിർ ഹുസൈൻ, അദ്ദേഹം തബലയുടെ ഭയങ്കര എക്സ്പേർട്ടാണ്. പിന്നെ ശിവമണി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രാമിസ്റ്റ്, അത് അങ്ങനെ പറഞ്ഞേക്കുക. പക്ഷെ നമ്മുടെ മലയാളിയുടെ ഇടയിലുണ്ടല്ലോ, ശരിക്കും പിയാനോയുടെ കാര്യം പറയുവാണെങ്കിൽ സ്റ്റീഫന്റെ ഫേസാണ് വരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ. ശരിക്കും ഞാൻ പലതവണ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ കാര്യം. അതിലും എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് തോന്നി എന്നാന്നറിയാവോ, ശരിക്കും വേൾഡ് യൂത്ത് ഡേയുടെ സമയത്ത് സ്റ്റീഫൻ ആന്നു നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ജോൺ മാർപ്പാപ്പയുടെ അടുത്ത് ചെന്നതും. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്രിസ്ത്യൻസ് ഫാമിലീസിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാർപ്പാപ്പയുടെ അടുത്തൊന്ന് ചെല്ലണം അല്ലെ, അതിന്റെ ഒരു ബ്ലെസ്സിങ് കിട്ടണം. ദൂരെ നിന്നായാലും അറ്റ്ലീസ്റ്റ് TV വെച്ചിട്ടെങ്കിലും നമ്മൾ ആ ഒരു ബ്ലെസ്സിങ് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ യു ഗോട്ട് ദ ചാൻസ് അല്ലേ. ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ ഇവിടെ ഒരു ബാൻഡ് ഉണ്ട്, റെക്സ് ബാൻഡ്. റെക്സ് ബാൻഡിൽ ഞാനൊരു മെമ്പറാണ്. റെക്സ് ബാൻഡിന് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി.
കാനഡയിൽ പോയി മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പ പങ്കെടുക്കുന്ന പരിപാടിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. സോ ഞങ്ങളൊക്കെ എക്സൈറ്റഡ് കാരണം എനിക്ക് തോന്നുന്നു ഒരു 19 വയസ്സുണ്ടാവും, 18-19 വയസ്സ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ പോയി ചേച്ചി വിശ്വസിക്കില്ല 5 ലക്ഷം പേര് ഷോ കാണാൻ വേണ്ടി വരുന്നു. സോ 5 ലക്ഷം പേര്, ഞാൻ ആദ്യമായിട്ടാണ് 5 ലക്ഷം പേര് ഒരുമിച്ച് കാണുന്നത്. ഒന്നും മനസ്സിലാവില്ല. സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്താ വേറൊരു എക്സ്പീരിയൻസ്. മൊത്തം കരയണോ അതോ ചിരിക്കണോ എന്താണെന്ന് അറിയില്ല. മാർപ്പാപ്പ വന്ന സമയത്തേക്കാണ് ഒന്നും കൂടെ ഓഡിയൻസ് കൂടുതലായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഒന്നും അടുക്കാൻ പോലും പറ്റില്ല, അത്ര തിരക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം ഇരുന്ന കസാര അതിൻ്റെ അടുത്തൊക്കെ പോയി. പിന്നെ അദ്ദേഹം സ്റ്റേജിൽ ഞങ്ങൾ പെർഫോം ചെയ്തു. സോ ഹി ബ്ലസ് ദ ഇവൻറ്റ്. ആ ഇവൻറ്റ് പ്ലസ് ഓൾമോസ്റ്റ് ഒരു 10-40 മ്യൂസിക് ബാൻഡ്സ് ഉണ്ടായിരുന്നു ലോകത്തുനിന്ന് മുഴുവനുള്ള യുവാക്കന്മാരും യുവതികളും വന്നിട്ട് ചേരുന്നൊരു ഷോ ആണ് വേൾഡ് യൂത്ത്. അപ്പോൾ എല്ലാ 2 വർഷം കൂടുമ്പോൾ ഈ പരിപാടി ഉണ്ടാവും. ഈ കഴിഞ്ഞത് പോളണ്ടിലാണ് വെച്ച് നടന്ന് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള 4 ഇതിന് ഞാൻ പോയി. അപ്പോൾ ഞാൻ ബെനഡിക്ട് 16 കണ്ടിട്ടുണ്ട്, പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്ന പക്ഷേ ഞാൻ പോയില്ല. ഇപ്പോഴത്തെ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു 30 ലക്ഷം പേരുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടൗൺ മുഴുവൻ വന്നിരിക്കുക, അത് പല രാജ്യത്തുനിന്ന്. സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. സ്റ്റീഫൻ ശരിക്കും 17-ാമത്തെ വയസ്സിലാന്നു അല്ലേ കരിയർ സ്റ്റാർട്ട് ചെയ്തത്? 17 വയസ്സ്. അതായത് നമുക്കറിയാലോ 17 വയസ്സിലൊക്കെ നന്നായി പഠിക്കുന്ന സമയത്ത് പണിക്കിറങ്ങി. അപ്പൊ കുഞ്ഞുനാൾ പോലെ ഇത് പഠിക്കുമായിരുന്നു? വീട്ടില് ഇഷ്ടമായിരുന്നു. വീട്ടില് പക്ഷേ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മിയും ഇങ്ങനെ മ്യൂസിക്കിന്റെ അറിയാലോ, ഇങ്ങനെയുള്ള ഫാമിലീസിന്നൊക്കെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടാവും, ആരെങ്കിലും പള്ളിയിലൊക്കെ പാടും. അയ്യോ അല്ല, മമ്മിയല്ല, മമ്മിക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സീരിയസ് ആവുമെന്ന് തീരെ ചിന്തിച്ചില്ല. ഈ മ്യൂസിക് ഒരു കരിയറായിട്ട് എടുക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. 16 വയസ്സൊക്കെ 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇത് മുഴുവൻ തലയിൽ കയറി, ഇത് മാത്രം മതി എന്നായി. പിന്നെ ഈ മൊത്തം പഠിപ്പം അതിനെനിക്ക് അഭിമാനമുള്ളൂ. അത്രയും ടൈം വേസ്റ്റ് ചെയ്തില്ല. വെറുതെ ചേച്ചി ബയോളജി പഠിച്ചിട്ട് ഞാൻ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഞാൻ ഫിസിക്സ് പഠിച്ചിട്ട് ചേച്ചി ഇപ്പോൾ ബയോളജി പഠിച്ചിട്ട് വലിയ കാര്യമില്ല. ഇതാരും ഒരു ഇതായിട്ട് എടുക്കണ്ട. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ആ സമയത്ത് വെറുതെ ഡിഗ്രി പഠിച്ചാലും കഷ്ടപ്പെട്ട് പഠിച്ചാലും ഒട്ടും തലയിൽ കയറുന്നില്ല. എന്നാൽ അപ്പം എനിക്ക് മനസ്സിലായത് ശരിയാവാത്തൊരു പണിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കുറേ മ്യൂസിക്, ആ ശ്രദ്ധ മുഴുവൻ മ്യൂസിക്കിലേക്ക് കൊടുത്തു. പിന്നെ ആ ഇറങ്ങണ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് നല്ല പരിപാടി കിട്ടുമോ അല്ലെങ്കിൽ റെക്കോർഡിങ് വരുമോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു, കാരണം നമ്മളെ ആരെയും കൂടെ കൈ കൊടുത്ത് കൊണ്ടുപോകാനില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു, എല്ലാം കറക്റ്റായി വന്നു. ആ സമയത്ത് ഹരിഹരൻ എന്നെ വായിക്കാൻ വിളിച്ചു. അതാണ് ഞാൻ ചോദിക്കാൻ, അത്രയും വലിയൊരു ലെജൻഡിന്റെ കൂടെ. അന്ന് ഞാൻ 17 വയസ്സായിരിക്കണ്ടായിരുന്നുള്ളൂ. 17 വയസ്സിൽ ആദ്യം ഹരിഹരൻ വായിക്കാൻ വിളിച്ചു. അന്ന് ഞാൻ വിചാരിച്ചു നോണ പറയാമെന്ന് ചോദിച്ചു, ഇതിന് പ്രോഗ്രാമിൽ വിളിക്കാൻ വന്ന ആൾക്കാർ. എൻ്റെ സുഹൃത്ത് ഇപ്പോഴും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വെച്ചു ഹരിഹരൻ്റെ കൂടെ വായിക്കുന്നു. ശരി, ഓക്കെ. അന്നാ സമയത്ത് അദ്ദേഹം ഉയരെ എന്നുള്ള പാട്ടൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയം. കൊളോണിയൽ കസിൻസിന് ഫസ്റ്റ് MTV അവാർഡ്സ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് പാലക്കാട് ഞാൻ റിഹേഴ്സലിൽ പോയപ്പോഴാണ് ഇദ്ദേഹം വന്നിരുന്നപ്പോഴാണ് മനസ്സിലായത് സംഭവം സീരിയസ് ആണ്. ഞാനധികം പാട്ടൊന്നും പഠിച്ചു, എനിക്ക് പാട്ടൊന്നും അയച്ചു തന്നൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനിങ്ങനെ മാറി നിൽക്കുക, വേറെ കലാകാരന്മാരൊക്കെ വായിക്കേണ്ട. കഴിഞ്ഞൊരു ഗ്യാപ്പ് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു പാട്ട് വെറുതെ വായിക്കുമ്പോൾ ഞാനപ്പോൾ ഒരു പിയാനോ ഒരു പീസ് ഞാൻ വായിച്ചു. എനിക്കറിയുന്നൊരു സോങ്, ക്ലാസിക്കൽ, വെസ്റ്റേൺ ക്ലാസിക്കൽ. അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാട്ട് പാടാൻ അതിന് ബാക്ക് ചെയ്യാൻ പറഞ്ഞു. ഉയരെ പാടി അദ്ദേഹം. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലൊന്ന് ബാക്ക് ചെയ്തു. എനിക്ക് അങ്ങനെ വലിയ പാട്ടും ബീജൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മതി, ഇങ്ങനെ ചെയ്താൽ മതി, വേറെ ഇൻസ്ട്രുമെൻ്റ് ഒന്നും വേണ്ട, പിയാനോ മാത്രം മതി. ആ ഒരു സെക്ഷൻ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു അൺപ്ലഗ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവം വായിക്കുന്നത്. അതിനുശേഷമാണ് അമൃത TV സൂപ്പർ സ്റ്റാർ വന്നപ്പോൾ അൺപ്ലഗ്ഡ് ഷോ ഞങ്ങൾ ചെയ്ത് ആ പ്രോഗ്രാമൊക്കെ സൂപ്പർ സ്റ്റാറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്സൊക്കെ ഞാൻ വായിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ഈ 1 man ഷോ വന്നത്. സ്റ്റീഫൻ സ്റ്റോപ്പ്, എനിക്ക് ആ ഉയിര് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വായിക്കണം. ഓക്കെ, വായിച്ചുതരാം. അപ്പോൾ വായിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു കഷ്ണം ബ്രെഡും കുറച്ച് മട്ടൺ എനിക്ക് ഇപ്പം തരണം.
സ്റ്റീഫൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ കണ്ടതാന്നേ, സ്റ്റീഫൻ ഏത് സ്റ്റേജിൽ കയറിയാലും ആ വൈബ്രേഷൻ ആ സ്റ്റേജിലുണ്ട്. ഇപ്പൊ ശരിക്കും ഇതൊരു സോഫ്റ്റ് മ്യൂസിക് ആണെങ്കിൽ പോലും ആ ഒരു വൈബ്രേഷൻ, ആ ഒരു എനർജി ശരിക്കും എന്റെ അടുക്കളയിൽ തന്നെ ഐ കുഡ് ഫീൽ ഇറ്റ്. ആ ശരിക്കും. മാത്രല്ല ഒരു ഷോ ചെയ്യുവാണെങ്കിൽ അല്ലേ സ്റ്റീഫൻ, അറ്റ്ലീസ്റ്റ് 2 hours you will be in the stage അല്ലേ, ആ ഒരു എനർജി, how you get that? അത് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ വായിക്കാൻ തുടങ്ങിയ ഞാൻ ആ വഴിക്ക് പോകും. പിന്നെ എനിക്ക് പരിസരത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എന്നെ ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യില്ല. ഒരു സംഭവം എന്തോ അതൊരു ബ്ലെസ്സിംഗ് ആണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ചേച്ചി ഇതാ എങ്ങനെ കുക്ക് ചെയ്യുന്നത്, ചേച്ചിക്കും അതാ, ചേച്ചി അങ്ങനെ എല്ലാം മറക്കൂലേ, ആ എല്ലാം മറക്കും. അതുകൊണ്ടാണ് ആ ടേസ്റ്റും ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ മുട്ട എടുത്ത് നോക്കണോ വേണ്ടല്ലേ? എന്നാന്നറിയോ, ഞാൻ ഇപ്പൊ തരാത്തെന്നാന്ന് വെച്ചാ ഈ കൈ വെച്ച് തന്നെ പിന്നെ അതിൽ എനിക്കൊന്നും എനിക്ക് അങ്ങനെ ഒരു വിഷമമില്ല. ഈ സ്പൂൺ വെക്കരുതല്ലേ, കുറെ സ്പൂണൊക്കെ ഇട്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കുഴപ്പമില്ല, എന്തായാലും ഇത്ര മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. അതാണ്, വെയിറ്റ് ചെയ്യൂ. അപ്പൊ എന്താ അത് പിന്നെ ആ കൈ വെച്ച് അതിൽ തുടണ്ടായോ? എന്തായാലും പാട്ട് ഇഷ്ടമുള്ള ചേച്ചിക്ക്, അന്നേരം എനിക്ക് എല്ലാം പാടി തരാനുള്ളതുകൊണ്ടാ. ഈ ശരിക്കും ഹരിഹരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് ഫസ്റ്റ് മ്യൂസിക് ചെയ്തു, ഫസ്റ്റ് പുള്ളി പറഞ്ഞ കമന്റ് ആണ്? കമന്റ് എന്താന്ന് വെച്ചാൽ, എനിക്ക് തന്ന ഏറ്റവും വലിയ കമന്റ് എന്താന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പറഞ്ഞു ഒറ്റ റിഹേഴ്സലിന് വരരുത്, ഒറ്റ റിഹേഴ്സലും ഞാൻ ചെയ്യിപ്പിക്കില്ല. എന്നെ ആ ഒരു പാട്ട് എനിക്ക് ആ നിമിഷം സ്റ്റേജിൽ തരും. അതാണ് എനിക്ക് തന്ന കമൻറ്റ്. എനിക്ക് തന്നൊരു അവാർഡ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനൊരു 400 ഷോ ചെയ്തിട്ടുണ്ട്. 400 ഷോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 തവണ റിഹേഴ്സൽ ചെയ്തിട്ടുള്ളൂ ഈ 400 ഷോൻ്റെ ഇടയ്ക്ക്. സോ അതാണ് അത്രയും വലിയൊരു കലാകാരൻ തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു റിവാർഡ് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഡോണ്ട് കം ഫോർ എനി റിഹേഴ്സൽ. എന്നെ ഗസൽ ഷോ ആണെങ്കിൽ ഗസലിൽ ഞാനൊരു 10-100 പാട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ 100 പാട്ടും ഞാനൊന്നും കേട്ടിട്ടില്ല മുമ്പ്. ആ സമയത്ത് എനിക്ക് വായിക്കും, ഞാൻ അതിൻ്റെ ബീജം വായിക്കും. ചില രാഗങ്ങളൊക്കെ ഒരു പിടിയില്ലാത്ത രാഗം, ഇപ്പോൾ ദർദിക്കേർ ഇഷ്ട അല്ലെങ്കിൽ കാശേസ, ഇതൊന്നും എനിക്ക് അറിയാത്ത രാഗമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ വായിച്ചിട്ടാണ് എനിക്കത് മുഴുവൻ ഐഡിയ. ആ ഒരു ട്രെയിനിങ്ങാണ് പിന്നെ എൻ്റെ കാലഘട്ടത്തിൽ മുഴുവൻ എനിക്കും അത് ആക്കിയത്. ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ പിള്ളേർ പാടാൻ വേണ്ടി വരും. ചിലപ്പോൾ ചില പാട്ടുകൾ എനിക്ക് അറിയാത്ത പാട്ടായിരിക്കും, ഞാൻ അങ്ങനെ വായിക്കും കൂടെ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ചില രാഗങ്ങളൊക്കെ, ഇപ്പോൾ ഈ രാഗം ഒറ്റക്കൈ കൊണ്ട് വായിക്കണത്, പിന്നെ 2 കൈ കൊണ്ടും 4 വിരൽ യൂസ് ചെയ്ത് വായിക്കണം. ഇനി ഇപ്പുറത്ത് വന്നിരുന്നോളൂ, ഇനി ഞാൻ സെർവ് ചെയ്തോളാം. ഇനി ഏതാ ഫസ്റ്റ്, which one you prefer? മട്ടൺ ആയിരിക്കും അല്ലേ? മട്ടൺ മതി.
ഫോർമൽ ടു യു. എനിക്ക് ഇത്രയും സമയം ചെലവഴിച്ചാൽ ഐ എം സോ ഹാപ്പി. അയ്യോ ചേച്ചി, ഇതിപ്പോ എനിക്കാണ് സന്തോഷം കൂടുതൽ. ചേച്ചിയുടെ ഈ ഷോയില് ഇങ്ങനെ വരാൻ പറ്റി, ഇത്ര നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി, ചേച്ചിയുടെ കൈ കൊണ്ട് വിളമ്പി തന്നു, അതൊക്കെ വലിയ കാര്യം, സന്തോഷം. അപ്പൊ ഇനി കൂടുതലായിട്ട് പോട്ടെ ചേച്ചി. താങ്ക് യു വെരി മച്ച്.